ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇത് എപ്പോഴും ഉള്ളൊരു വൈറസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയറല്ല. ഇത് പുറത്ത് ഈ ഒരു പേരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയാണ്. അത് ചൈനയിൽ വ്യാപകമായി പടരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നത്. ഇപ്പോൾ താങ്കളെപ്പോലെയൊക്കെയുള്ള ആരോഗ്യ വിദഗ്ധർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, എന്നാൽ സാധാരണക്കാരായ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. അപ്പോൾ അത് എന്ത് തരത്തിലാണ് നമ്മൾ ഒരു ജാഗ്രതയിലേക്ക് പോകേണ്ടത് ഈ ഘട്ടത്തിൽ? ജാഗ്രത എന്ന് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു ഉപദേശം തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്. കാരണം ഈ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇതുള്ളൊരു വൈറസാണ്. നമ്മൾ സാധാരണ ജലദോഷ പനികൾ എന്നൊക്കെ പറഞ്ഞ് പണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്നൊരു കോമൺ പേരുണ്ട്, വൈറൽ ഫീവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് ഇതെല്ലാം ഒന്നിച്ചങ്ങ് കാറ്റഗറൈസ് ചെയ്തങ്ങ് പോവുകയാണ്. ഇപ്പോൾ കുറേയും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് സംവിധാനങ്ങളിൽ ഓരോ വൈറസിനെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബുകളൊക്കെ ഉണ്ട് ആ ടെസ്റ്റിംഗ് സംവിധാനങ്ങളിൽ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പണ്ട് കണ്ണിൽ പെടാത്തതോ ടെസ്റ്റിംഗ് സംവിധാനത്തിനകത്ത് റെക്കോർഡഡ് ആകാത്ത പുതിയ പുതിയ വൈറസുകളെ കുറേ എണ്ണത്തിനെ കണ്ടെത്തുന്നത്. വളരെ ന്യൂ ആയിട്ട് കോവിഡ് ഉണ്ടായിരുന്നു, ശരി, പക്ഷേ മറ്റ് പലതും പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജാഗ്രത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് പകരുന്ന രീതികളെ ആസ്പദമാക്കിയുള്ള ജാഗ്രതയാണ് ഒന്ന്. രണ്ടാമത്തത് ഈ ന്യൂ ഏജ്, ഇപ്പോൾ ഹൈടെക് കാലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ഓഫ് ജാഗ്രതയുണ്ട്. കാരണം അതിൽ ഞാൻ ആദ്യം പറയാം. കാരണം ഇപ്പോൾ ഇവിടുന്ന് തന്നെ സൂചിപ്പിച്ചു ദറ്റ് ഇപ്പോൾ മീഡിയക്കകത്ത് വളരെയധികം റിപ്പോർട്ട്സ് കാണുന്നു, അത് സ്ഥിരീകരിച്ച പിക്ചേഴ്സ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനത്തെ പുതിയ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് പെട്ടെന്ന് ന്യൂസ് മീഡിയയിൽ വരുമ്പോൾ പബ്ലിക്കിൽ പല ആൾക്കാരും അത് കേട്ട് ഒന്നിക്കൽ അത് വളരെയധികം പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ കാലമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറച്ച് പേര് എന്തെങ്കിലും ഒരു ദുഷിച്ച മനസ്സ് വെച്ച് ഇതിനെപ്പറ്റി വല്ലാത്ത കെട്ടുകഥകളുണ്ടാക്കി ആൾക്കാരെ സ്കെയർ ചെയ്യത്തക്കോണമുള്ള ന്യൂസുകൾ ഈ സോഷ്യൽ മീഡിയ വഴി വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിൽ കടക്കുന്ന മുമ്പേ പബ്ലിക് ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ന്യൂസുകൾ കേട്ട് എന്ന് നമ്മൾ പേടിയാകുന്ന ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ അത് ഉടനെ എടുത്ത് 100 പേർക്ക് ഫോർവേഡ് ചെയ്യാതെ നമ്മുടെ ദിശ ഹെൽപ്പ് ലൈൻ വഴിയൊക്കെ നമ്മുടെ ആരോഗ്യ വകുപ്പിനോടുള്ള ഏതെങ്കിലും ടീമിനോട് ചോദിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഡോക്ടറോട് ചോദിച്ച് എന്നിട്ട് വേണം എന്തെങ്കിലും ഈ ഫോർവേഡിംഗ് ഒക്കെ ചെയ്യുക. അല്ലാതെ ഫോർവേഡ് ചെയ്ത് കളയരുത്, വെറുതെ പാനിക്ക് സ്പ്രെഡ് ചെയ്യരുത്. ഇപ്പോൾ പറഞ്ഞത് വളരെ ശരി, നമ്മുടെ മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ പാനിക്കിനോ ആശങ്കയോ ഈ നേരത്ത് യാതൊരു വകുപ്പുമില്ല. ഈ വൈറസ് അസുഖം ഉണ്ടാക്കാറുണ്ട്, ശരിയാണ്. ജലദോഷം, ചുമ, പനി, തുമ്മൽ, മേലുവേദന, ക്ഷീണം, തലവേദന ആൻഡ് വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷനിൽ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളോ 60-65 മുകളിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി എന്തെങ്കിലും കാരണവശാൽ നീണ്ട കാലത്തെ ചികിത്സ കൊണ്ടോ മറ്റ് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ കീമോതെറാപ്പി കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആകാമെന്നല്ലാതെ H1N1 ഉള്ള കാലത്ത് നമ്മൾ എന്ത് നല്ല രീതിയിൽ ക്രിയാത്മകമായി നമ്മളതിനെ ഡീൽ ചെയ്യും, അതേപോലെ തന്നെയാണ് ഇവിടെയും ജാഗ്രത വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സംശയം ചോദിക്കുകയാണ് ഡോക്ടർ അമർ ഫെറ്റിൽ. ഇപ്പോൾ ഇതിന്റെ ഈ ലക്ഷണം എന്ന് പറയുന്നത് ചുമ കൂടാതെ ഈ പനി വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ കഫക്കെട്ട്, ശ്വാസതടസ്സം, മൂക്കടപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ സാധാരണ ചില ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അത് കോവിഡിന് സമാനമായ തരത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര കാലം, ഇപ്പോൾ ഈ ജലദോഷവും മൂക്കടപ്പും പനിയും ഒക്കെ ഇപ്പോഴും നമ്മൾക്കിടയിൽ പലർക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇതിന് കുറേ കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് പോകുമോ? കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിൽ അസ്വസ്ഥതകളായി അത് മാറും, നീണ്ടു നിൽക്കുന്ന തരത്തിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണം ഇതിലുണ്ടോ ഡോക്ടർ അമർ ഫെറ്റിൽ? ഇല്ല. ഇതിപ്പോൾ 2001 തൊട്ടേ ഇത് റെക്കോർഡായിട്ടുണ്ട്. ഇതിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പലതര രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റഡീസിൽ നിന്നും അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം ഒരു സെൽഫ് ലിമിറ്റിംഗ് അസുഖം. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സപ്പോർട്ടീവ് കെയർ കൊണ്ട് താനേ കുറഞ്ഞു വരുന്ന പനികൾ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളൊരു അസുഖം വരുമ്പോൾ ചില ശ്രദ്ധകൾ കൊടുക്കുമ്പോൾ അതോടുകൂടി ആ ഒരു അസുഖത്തിൻ്റെ അസ്വാസ്ഥ്യം മാറി കിട്ടുന്ന അവസ്ഥയുണ്ടല്ലോ ഒരു ഓർഡിനറി പനി വരുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രിഷൻ, ധാരാളം ചൂട് പാനീയങ്ങൾ, റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യത്തിനുള്ള ഉറക്കം, ഇതെല്ലാം ചെയ്ത് സ്റ്റീം ഇൻസുലേഷൻ പോലത്തെ സപ്പോർട്ടീവായിട്ടുള്ള കെയറുകളും വീട്ടിൽ നിന്ന് ചെയ്യുന്നതോടുകൂടി ഇത് സാധാരണ കുറയും. പിന്നെ ഏത് റെസ്പിറേറ്ററി ഇതുപോലത്തെ വൈറസുകൾ വീടിനകത്ത് പകരാം, കാരണം ചുമയും തുമ്മലിൽ കൂടെ പകരും. അതിപ്പോൾ ഓർഡിനറി നമ്മൾ പേരില്ലാത്ത ജലദോഷങ്ങളും വീട്ടിനകത്ത് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അത് തടയേണ്ടത് എങ്ങനെയാണ്? കുട്ടികളടക്കമുള്ള വ്യക്തികൾ, കുട്ടികൾ, വലിയവർ, മുതിർന്നവർ എല്ലാവരും ചെയ്യേണ്ടത് കോഫ് ഹൈജീൻ നേരത്തെ പറഞ്ഞ സാധാരണ ഒരു ജലദോഷപ്പനി പോലെ വന്നു പോകുന്ന ഒരു അസുഖം മാത്രമാണ് ഇത്.
5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രായമായവർക്കും ഒക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ വേണമെന്നതുള്ളത് ഒഴിച്ചാൽ സാധാരണ ജലദോഷപ്പനി പോലെ വന്നു പോകുന്ന ഒരു അസുഖം മാത്രമാണിത് അല്ലേ? അത് തന്നെയാണ് ശരി. അപ്പോൾ ശ്രദ്ധ വേണമെന്ന് പറയുന്ന ഇതാണ്, നമ്മൾ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് ഈ പ്രതീക്ഷിച്ച നേരം, സാധാരണഗതിയിൽ ഇങ്ങനത്തെ വൈറൽ ഫീവേഴ്സ് എല്ലാം ഒരു 5 to 7 days, 5 മുതൽ 7 ദിവസം വരെയൊക്കെയാണ് പൊതുവേ മാക്സിമം നീണ്ടു നിൽക്കുക. നമ്മൾ നല്ല ആരോഗ്യ കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കണ്ടത് കുറഞ്ഞു നിന്നിരിക്കും. പക്ഷേ നമ്മൾ ഈ സപ്പോർട്ടീവായിട്ടുള്ള കെയർ ഒക്കെ ചെയ്യുന്നു, എന്നിട്ടും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നി, ഒരു കുട്ടിക്കോ വ്യക്തിക്കോ പതിവില്ലാണ്ട് ശ്വാസം മുട്ട് കൂടി വന്നു, അങ്ങനെ വല്ല അപൂർവമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊരു ഡോക്ടറെ ശ്രദ്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വൈറസ് എന്നല്ല, ഇത് കൂട്ടങ്ങളിലൊന്നാണ്, ഒരു വൈറസിൻ്റെ ജനക്കൂട്ടങ്ങളിൽ ഒന്നാണ് ഈ വൈറസ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയിലല്ല ഇതുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഏത് വൈറൽ ഫീവറോ വൈറൽ റെസ്പിറേറ്ററി ശ്വാസകോശ അണുബാധ വന്നാലും പതിവില്ലാണ്ട് ഒരു കൂടലോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേരം കൊണ്ട് കുറയാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചെയ്യേണ്ടത് ഡോക്ടറോട് സംസാരിക്കുക എന്നുള്ളതാണ്. പണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, ഇപ്പോൾ പക്ഷേ ഒരു പ്രൈമറി നടപടിയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ഡോക്ടറോട് ആദ്യം സംസാരിക്കുക. അതിന് 2 വഴികളുണ്ട്. നമ്മുടെ ദിശ 104 അല്ലെങ്കിൽ 1056 വഴി സംസാരിക്കാം, സംശയങ്ങൾ തീർക്കാൻ. അതുപോലെ ടെലിമെഡിസിൻ ഹെൽപ്പ് ലൈൻ സഞ്ജീവനിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു തള്ളിൽ ചെന്ന് പെരങ്ങാതെ നമ്മൾക്ക് ബേസിക് സംശയങ്ങൾ ചോദിച്ച് സമാധാനമായി എന്ത് കെയറാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, എന്ത് ഡേഞ്ചർ സൈൻസ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കാം. അപ്പോൾ അത് എല്ലാ അസുഖങ്ങൾക്കും ബാധകമാണ് പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളണം. ഈ HP ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, പൊതുവെയുള്ള ഏത് വൈറൽ ഫീവർ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ആ കൂട്ടത്തിൽ ഒന്നാന്ന് മാത്രമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ജാഗ്രത അതാണ്. നമ്മൾ പകരാതിരിക്കാൻ ഏത് അസുഖവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധിക്കണം, നഴ്സറി സ്കൂൾസ്, അംഗൻവാടി, അവിടെയൊക്കെ കുട്ടികൾ ഇത്രയും, പിന്നെ സ്കൂൾ ബസ്സുകൾ, അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും ആയമാരും കെയർ ടേക്കേഴ്സും ഒക്കെ വീട്ടിൽ പേരൻസ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഈ കോഫ് ഹൈജീൻ ശീലിപ്പിക്കുക. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ വായും മൂടുന്നൊരു ശീലം, ആരോഗ്യശീലം ഉണ്ടാക്കിയെടുക്കുക. ഇടയ്ക്കും പറയ്ക്കും സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ട് കൈ കഴുകുക. അപ്പോൾ ഇതൊക്കെയാണ് പകരുന്ന മെത്തേഡ്. നേരിട്ട് തുമ്മോ ചുമയ്ക്കുക, കയ്യിൽ കൂടെ പകരാം, ടോയ്സിൽ കൂടെ പകരാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൽ കൂടെ ഒരു സോക്കാൾഡ് നമ്മളിപ്പോൾ വിചാരിക്കുന്നു വലിയൊരു അറ്റാക്ക് വരുന്നു, അതിനെ നമുക്ക്